ഏത് കാലത്തായിരുന്നാലും നമ്മുടെ സൈന്യം എന്നുള്ളത് ഒരു അത്ഭുതമാണ്. മാനവികത ഉയർത്തിപ്പിടിക്കുന്നതിനും ശത്രു രാജ്യത്ത് പോലും അവിടെയുള്ള പൗരന്മാർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാതെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത നമ്മുടെ സൈന്യത്തിന്റെ ധീരത എത്രയധികം പ്രകീർത്തിച്ചാലും മതി വരികയില്ല. അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശത്രു രാജ്യത്തിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ, അതായത് അവിടെയുള്ള മർക്കസുകൾ, ശത്രു രാജ്യത്തെ ഭീകരർ പഠിക്കുന്ന പള്ളികൾ, ഇസ്ലാമിക ഭീകരവാദം വളർത്തുന്ന മദ്രസകൾ എന്നിവയെല്ലാം തന്നെ നമ്മുടെ സൈന്യം തകർത്ത് തരിപ്പണമാക്കുമ്പോൾ ഒരിക്കലും ഇത് ഒരു മതത്തിന് നേരെയുള്ള ആക്രമണമല്ല എന്ന് അവരുടെ പ്രവൃത്തിയിലൂടെ തന്നെ പാകിസ്ഥാനെ കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സൈന്യം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഉദാഹരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ജമ്മു കശ്മീരിലെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ഷെല്ലാക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയിരുന്നു. ഇവിടെ ധാരാളം സിവിലിയൻസ് നമ്മുടെ ഭാഗത്തു നിന്നും കൊലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏകദേശ കണക്ക് നോക്കുകയാണെങ്കിൽ 30-40 സിവിലിയൻസോളമാണ് നമ്മുടെ ഭാഗത്തു നിന്നും കൊല്ലപ്പെട്ടത്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം പലായനം ചെയ്ത് ഈ യുദ്ധത്തിന്റെ ഒരു സാഹചര്യത്തിൽ വേറെ സ്ഥലത്തേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ ധാരാളം വീടുകളും ഈ ഷെല്ലാക്രമണത്തിലും ഡ്രോൺ ആക്രമണത്തിലും തകർന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. എന്നാൽ പാകിസ്ഥാൻ നടത്തിയ ഈ ഷെല്ലാക്രമണത്തിൽ തകർന്ന ഒരു മുസ്ലിം പള്ളിയുടെ അറ്റകുറ്റപ്പണികൾ നടത്താനായി ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് സൈന്യമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ജമ്മുവിലെ ചോട്ടാഗാവ് മൊഹല്ലയിലെയും കശ്മീരിലെ ഇപ്കോട്ട് ഗ്രാമത്തിലെയും പള്ളികളാണ് സൈനികർ നേരിട്ടിറങ്ങി അറ്റകുറ്റപ്പണികൾ ചെയ്തത് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഷെല്ലാക്രമണത്തിൽ പള്ളികളിലെ മേൽക്കൂര പൂർണ്ണമായും തകർന്നിരുന്നു. കൂടാതെ മേൽക്കൂരയ്ക്ക് മുകളിലായി സ്ഥാപിച്ച സോളാർ പാനലും തകർന്നിരുന്നു. ഇത് പ്രദേശവാസികളെ ഏറെ ബുദ്ധിമുട്ടിലാക്കി. ഇതോടെയാണ് സൈന്യം മുന്നിട്ടിറങ്ങി പള്ളികളുടെ തകർന്ന ഭാഗങ്ങൾ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തികളിൽ യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഷെല്ലാക്രമണം നടത്തിയത്. മിസൈല് ഷെല്ലാക്രമണങ്ങൾ എന്നിവയാണ് പാകിസ്ഥാൻ നടത്തിയതിൽ വലിയ രീതിയിലുള്ള തകർച്ച അവിടെയുള്ള സിവിലിയൻസിന്റെ വീടുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ജനവാസ മേഖലകളിലേക്കുള്ള ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങളാണ് തകർന്നത്. അതിൽ തകർന്ന ഒരു പള്ളിയാണ് ഇപ്പോൾ നമ്മുടെ സൈന്യം മുന്നിട്ടിറങ്ങി പുനരുദ്ധരിക്കാനായി നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.